നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ് മരിച്ചത്. അപകടം പുഴയിൽ നീന്തുന്നതിനിടെ ഓവുചാലിൽപ്പെട്ട്. വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധി സന്ദേശം മുറുകെ പിടിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്തെ ഭിന്നശേഷിത്വമില്ലാത്ത നാടായി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ആർ. ബിന്ദു. ഭിന്നശേഷിക്കാരുടെ സ്വയം പര്യാപ്തതയ്ക്കായി സുശക്തി സംഘങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം ക്യാമറയിൽ. വനം വകുപ്പ് നാട്ടുകാരുടെ സഹായത്തോടെ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. നാട്ടുകാരുടെ ഭീതി അകറ്റണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി പൗരസമിതി. ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടാൻ വൈകിയതിനെ ചൊല്ലിയുള്ള തർക്കം. യുവാവിനെ കാറുകൊണ്ടിടിച്ചു വീഴ്ത്തി വധിക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കൊളത്തൂരിലാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത്. വാർത്തകളിലേക്ക് വിശദമായി. പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോയമ്പത്തൂരിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ് മരിച്ചത്. നീന്തുന്നതിനിടെ ചുഴിയിൽപ്പെട്ടാണ് അപകടം. ചിറ്റൂർ പുഴയിലെ ഷൺമുഖം കോസ്വേയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. നീന്തുന്നതിനിടെ ഇവർ കോസ്വേയുടെ ഓവുചാലിനുള്ളിലേക്ക് അകപ്പെടുകയായിരുന്നു. കോയമ്പത്തൂരിലെ കോളേജിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയ വിദ്യാർത്ഥി സംഘത്തിലെ ശ്രീ ഗൗതം, അരുൺകുമാർ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. പുഴയെപ്പറ്റിയും ഒഴുക്കിനെപ്പറ്റിയും ധാരണയില്ലാത്ത ഇവർ നീന്തുന്നതിനിടെ ഓവുചാലിന്റെ സമീപത്തെ ചുഴിയിൽപ്പെട്ട് ഉള്ളിലേക്ക് പോവുകയായിരുന്നു. ഒപ്പമുള്ളവർ ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി. പിന്നീട് സ്കൂബ സംഘവും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിൽ ശ്രീ ഗൗതമിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അരുണിനെ 4 മണിക്കൂറോളം നീണ്ട തിരച്ചിലിലാണ് പുറത്തെടുക്കാനായത്. ഇതിനു മുമ്പും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിവതും പിടിച്ചു നിന്നിട്ട് ഫയർഫോഴ്സ് വിളിച്ചാൽ ഫയർഫോഴ്സ് വിളിച്ച് അവർ വന്നിട്ടാണ് ആളൊന്ന് കരക്കി കയറ്റിയത്. ഈ പെൺകുട്ടികളൊക്കെ ആയിരുന്നു പിടിച്ചു നിന്നിരുന്നത്. പെൺകുട്ടികൾ അതിൽ ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ പിന്നീട് ഫയർഫോഴ്സ് വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അതെ, അവർ വന്നിട്ട് അതിൻ്റെ രക്ഷാ നടപടികൾ. ആ സമയത്ത് തന്നെ ഈ കുട്ടിയും പോയിരുന്നു അല്ലേ? അല്ല, അയാൾ പോയിട്ട് ഒരു 10 മിനിറ്റ് ആയി എന്നാണ് അതിൻ്റെ ഒരാൾ ഉള്ളിൽ പോയിട്ടുണ്ട്. 10 മിനിറ്റ് ആയി ഒറ്റങ്ങനെ പറഞ്ഞു. ഏതാണ്ട് 2 പേരും ഒരേ സമയത്ത് അപകടത്തിൽപ്പെട്ടു. ഈ അരുൺകുമാറിനെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അരുൺകുമാറിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഗൗതമിനെ കുറച്ച് നേരം ഹോൾഡ് നിന്നപ്പോൾ ഞങ്ങളും കൂടി വന്നപ്പോൾ പിന്നെ ആൾക്കാരെ വിളിച്ച് നേരം നമ്മൾ. വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധി സന്ദേശം മുറുകെ പിടിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കരിമ്പുഴ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിമത ചിന്തകൾക്ക് അതീതമായി സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കുക എന്ന മഹാസന്ദേശമാണ് മഹാത്മാഗാന്ധി നമുക്ക് നൽകിയതെന്നും അത് മുറുകെ പിടിക്കുക എന്നതാണ് വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സഹോദര മതങ്ങൾക്ക് നേരെ ആരെങ്കിലും കൈ ചൂണ്ടിയാൽ അതിനെ ആദ്യം എതിർക്കേണ്ടത് മറ്റ് മതസ്ഥരാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ആരാധനകൾ നടത്താം. ഞാൻ ഹിന്ദു മതവിശ്വാസിയായിരിക്കുമ്പോൾ, ഞാൻ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ മതവിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമ്പോൾ, എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ അവകാശങ്ങൾക്ക് നേരെ ആരെങ്കിലും കൈ ചൂണ്ടിയാൽ അവനേക്കാൾ മുന്നിൽ ചെന്ന് നിന്ന് അവനെ സംരക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം, ഗാന്ധിയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഗാന്ധി ഒരു സന്ദേശമാണ്. കാലാധിപത്യോളം, സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം മഹാത്മാവ് ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും നമ്മുടെ മനസ്സുകളിൽ. അതാണ് നമ്മുടെ പ്രതിരോധം. എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും
എല്ലാ തകർച്ചകളിലും നമ്മുടെ പ്രതീക്ഷയാണ് ഗാന്ധി. അതാണ് ഗാന്ധി, നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ശക്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N സാജിറ, സ്ഥിരം സമിതി അധ്യക്ഷരായ KK ഷൗക്കത്ത്, അനസ് പമ്പ്ര, സമീറ സലീം, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, M മോഹനൻ, ഉമ്മർ കുന്നത്ത് എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി വിഭാഗക്കാരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി R ബിന്ദു. സംസ്ഥാനത്തെ ഭിന്നശേഷിത്വമില്ലാത്ത നാടായി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി വിഭാഗക്കാരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷിക്കാരുടെ സ്വയം പര്യാപ്തതയ്ക്കായി സ്വയം സഹായ സഹകരണ സംഘങ്ങളുടെ നെറ്റ്വർക്കായ സുശക്തി പ്രവർത്തനം ആരംഭിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് പ്രചോദനം കുറിച്ച കുടുംബശ്രീ പദ്ധതി പോലെ ഭിന്നശേഷി മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സുശക്തി പദ്ധതിക്ക് കഴിയും. ഇതിലൂടെ ഇവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡ് നൽകി വിപണിയിലെത്തിക്കാനും കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും ഇനിയും മാറ്റം വരേണ്ടതുണ്ടെന്നും പ്രഥമ പരിഗണന ഭിന്നശേഷിക്കാർക്ക് നൽകണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്ക് നേരെയുള്ള മനോഭാവത്തിലും സമീപനത്തിലും മാറ്റമുണ്ടാകണം. അവർക്ക് ഒന്നാമത് പരിഗണന കൊടുക്കണം. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ്, വൈദഗ്ധ്യ പോഷണത്തിനും തൊഴിലുൽപാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിനുമെല്ലാം സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. നിഷ്, നിബ്മർ, ഐക്കോൺസ് തുടങ്ങി വളരെ അഭിനന്ദനീയമായ നിലയിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്ന തൊഴിലിലേക്ക് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയായിട്ട് കാണുകയാണ്. അതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്കകം പ്രചോദനം എന്ന ഒരു പുതിയ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് അവർക്ക് അഭിരുചി തോന്നുന്ന വിഷയത്തിൽ തന്നെ സ്കില്ല് നൽകിക്കൊണ്ട് പുനരധിവസിപ്പിക്കാൻ, തൊഴിലവസരങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. ഇന്നിപ്പോ നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് ഉണ്ട്. പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ഭിന്നശേഷിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുന്നതിനുള്ള സംവിധാനം ഈ ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സിലുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസ മുന്നേറ്റമായ ശ്രദ്ധാ പദ്ധതിയുടെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും മന്ത്രി നിർവഹിച്ചു. മൂസിൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 ഘട്ടങ്ങളിലായി 1.50 കോടി രൂപ വിനിയോഗിച്ചാണ് വിളയൂർ ബഡ്സ് സ്കൂൾ നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒന്നാണ് വിളയൂരിലേത്. വിളയൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്നാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷാബിറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS സരിത, ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ അശ്വതി, പട്ടാമ്പി അഡീഷണൽ CDPO ഷഹനാസ്, ബഡ്സ് റീഹാബിലിറ്റേഷൻ പ്രിൻസിപ്പൽ മറിയ ഹമീദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വിളയൂരിലെ ബഡ് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് കളറാക്കി ഭിന്നശേഷിക്കാരുടെ ബാൻഡ് വാദ്യ സംഘം. മന്ത്രി R ബിന്ദു ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ വരവേറ്റത് ബാൻഡ് വാദ്യ സംഘമായിരുന്നു. സംഘത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. 15 അംഗ സംഘമാണ് ബാൻഡ് വാദ്യത്തിൽ പരിശീലനം നേടിയത്. 15 ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് ബാൻഡ് വാദ്യ സംഘം പുറത്തിറങ്ങിയത്. ആകാശ് ആറങ്ങോട്ടുകരയാണ് പരിശീലകൻ. വാദ്യ ഉപകരണങ്ങൾക്കും യൂണിഫോമിനുമെല്ലാമായി 2 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്താണ് ഇതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെറിയ വരുമാനം ലഭ്യമാക്കുകയുമാണ് ഇവർക്ക് ഇത്തരം പരിശീലനം നൽകുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക
മറിയ ഹമീദ് പറഞ്ഞു. കീബോർഡിലും പരിശീലനം നൽകിയിട്ടുണ്ട്. പുറത്തുള്ള പരിപാടികൾക്കും ഈ സംഘത്തിന് അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. പഞ്ചായത്തിന്റെ പരിപൂർണ പിന്തുണയും ഇവർക്കുണ്ടെന്ന് പ്രസിഡന്റ് MK ബേബി ഗിരിജ പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞു. പലതവണ പുലിയെ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ നാട്ടുകാരുടെ സഹായത്തോടെ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. പെരിന്തൽമണ്ണ മണ്ണാർമല മാട് റോഡിൽ നിരവധി തവണയാണ് പുലി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ വീണ്ടും പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പുലി ബൈക്കിന് കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രികന് പരിക്കേറ്റ സംഭവവുമുണ്ടായി. ആശങ്കയിലാണ് പ്രദേശവാസികൾ. നാട്ടുകാരുടെ ഭീതി അകറ്റാൻ വെട്ടത്തൂർ പഞ്ചായത്ത് അംഗം ഹൈദർ തോരപ്പ, വെട്ടത്തൂർ പൗരസമിതി ചെയർമാൻ ബഷീർ കക്കൂത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. തുടർന്ന് മന്ത്രി നിലമ്പൂർ സൗത്ത് DFOയ്ക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ പ്രദേശത്ത് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. മണ്ണാർമലയുടെ പുലിയുടെ വിഷയത്തിൽ നിരന്തരമായിട്ട് തെളിവുകളും കാര്യങ്ങളും കൊടുത്തിട്ടും വനംവകുപ്പിന് കാര്യമായിട്ടുള്ള ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ ഈ സമയത്ത് ഞങ്ങൾ വിവരം അറിയിക്കുമ്പോൾ വന്ന് ജസ്റ്റ് ഒന്ന് സ്ഥലം കണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയാനല്ലാതെ കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം കരുവാരുണ്ടൊക്കെ ഒരാളെ ഒരു മരണം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇവർ എന്തിടപെട്ടിട്ട് എന്താ കാര്യമുള്ളത്? കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഇവിടെ റോഡ് ഉപരോധവും മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾ കടക്കും. അപ്പോൾ അതിന് മുൻപ് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇവർ കൂട് വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അതിനുള്ള വേണ്ട മറ്റുള്ള നടപടികളിലേക്ക് ഇറങ്ങണം. ഇതിൻ്റെ ഈ ഒരു ജീവിയെ വെച്ച് കഴിഞ്ഞാൽ അതിന് തീറ്റ കൊടുക്കലും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ബാധ്യതയായി മാറ്റാതെ ആ കാര്യങ്ങളൊക്കെ വകുപ്പ് തലത്തിൽ നിന്ന് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ അറിയിക്കാനുള്ളത്. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ തുടക്കം കൊടുക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. അപകടം വന്നതിന് ശേഷം ഈ ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ S നൂജും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ S മനോജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ RRTയും അടങ്ങുന്ന സംഘം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് കൂട് സ്ഥാപിച്ചത്. എന്നാൽ പ്രദേശത്തെ ജനങ്ങളുടെ പുലിഭീതി പൂർണ്ണമായി വിട്ടൊഴിയാൻ ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ പുലിയുടെ വിഷയമായി ഇപ്പോൾ ബന്ധപ്പെട്ട് മെമ്പർ പറഞ്ഞതുമായി തന്നെ ഈ വിഷയം തുടക്കം മുതൽ ഇന്ന് വരെ ഈ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മെമ്പറും അതുപോലെ ഞങ്ങളുടെ നാട്ടുകാരും മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് എന്നാണ്. കുറേ അവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതാണ് നാട്ടുകാരായ ഞങ്ങളുടെ അഭിപ്രായം. ഇങ്ങനെ ഒരു വകുപ്പിൻ്റെ ഒരു ആവശ്യം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊന്നും ചെയ്യാൻ ഇവരെ കൊണ്ടാണെങ്കിലും ആരെക്കൊണ്ടും ഇത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുമായി സഹകരിച്ചിട്ട് നാട്ടുകാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നാട്ടുകാരെന്ന നിലയിൽ കടുത്ത പ്രക്ഷോഭം തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി പറയാനുള്ളത്. ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടാൻ വൈകിയതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ കാറുകൊണ്ടിടിച്ച് വീഴ്ത്തി വധിക്കാൻ ശ്രമിച്ച കേസിൽ 2 പേരെ പെരിന്തൽമണ്ണ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊളത്തൂർ പടിഞ്ഞാറേക്കുളമ്പ് സ്വദേശി ചെങ്കുണ്ടൻ അബ്ദുൽ ഹക്കീം, പാങ്ങുചേണ്ടി സ്വദേശി പാറയിൽ നിസാമുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കൊളത്തൂരിൽ പുതുതായി ആരംഭിച്ച ഹോട്ടലിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അബ്ദുൽ ഹക്കീം, നിസാമുദ്ദീൻ എന്നിവർ ഭക്ഷണം കഴിക്കാനെത്തുകയും ഇരുവരും ആവശ്യപ്പെട്ട ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ ഹോട്ടലിലെ ജീവനക്കാരനുമായി വാക്കുതർക്കവുമുണ്ടായി. നിസാമുദ്ദീനും അബ്ദുൽ ഹക്കീമും മദ്യലഹരിയിലായിരുന്നു. ഈ സമയം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റൊരു യുവാവുമായി ഈ കാര്യത്തെ ചൊല്ലി തർക്കത്തിലാവുകയും അബ്ദുൽ ഹക്കീം യുവാവിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ തൊട്ടപ്പുറത്തെ ക്ലബ്ബിലിരിക്കുകയായിരുന്ന യുവാവിന്റെ ബന്ധുവും സുഹൃത്തും ഹക്കീമുമായി സംസാരിക്കാൻ ചെന്ന് വാക്കുതർക്കത്തിലായി. കൊളത്തൂർ കുറുപ്പത്താൽ ബസ് സ്റ്റാൻഡിൽ ഇരുവരും അടിപിടിയുണ്ടാവുകയും അബ്ദുൽ ഹക്കീം തന്റെ സ്വിഫ്റ്റ് കാറിൽ കയറി അതിവേഗത്തിൽ ഓടിച്ചുപോയി കാർ തിരിച്ചുവന്ന് തന്നോട് പ്രശ്നമുണ്ടാക്കിയ ആളുകളെ 2 തവണ മനഃപൂർവ്വം ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ 2 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ദേഹത്ത് ചതവുകളും മുറിവുകളുമുണ്ട്. യുവാവിന്റെ പരാതി പ്രകാരം കേസ് കൊളത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, CI സുമേഷ് സുധാകരൻ, SI ഷിജോ C തങ്കച്ചൻ, കൊളത്തൂർ SI റാഫേൽ, ഡാൻസ് ഓഫ് ടീം എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം വയനാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ മീനങ്ങാടിയിലെ ഒളിത്താവളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം പുലർച്ചെ പിടികൂടുകയായിരുന്നു. പ്രതികൾക്ക് രക്ഷപ്പെടാനും ഒളിവിൽ താമസിക്കാനും സൗകര്യം ചെയ്തു കൊടുത്ത 2 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും DYSP അറിയിച്ചു. ഹക്കീമിന്റെ പേരിൽ കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മണൽക്കടത്ത് കേസുകളും നിസാമുദ്ദീൻ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ 2021 രജിസ്റ്റർ ചെയ്ത ഒരു കിഡ്നാപ്പിംഗ് കേസിലെ പ്രതിയുമാണ്. ഇടവേള.
വാർത്തകൾ തുടരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ നവീകരിച്ച അനങ്ങനടി പ്ലാക്കാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. അനങ്ങൻമലയുടെ താഴ്വരയിൽ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ പ്ലാക്കാട്ടുകുളത്തിന്റെ ഉദ്ഘാടനമാണ് ആഗസ്റ്റ് 11 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്നത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കാടുമൂടിക്കിടന്നിരുന്ന കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. 200 മീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന കുളം പി മമ്മിക്കുട്ടി MLAയുടെയും അനങ്ങനടി ഗ്രാമപഞ്ചായത്തിന്റെയും ശ്രമഫലമായാണ് നവീകരിക്കപ്പെട്ടത്. ചെളി നിറഞ്ഞും കാടുമൂടിയും നാശത്തിന്റെ വക്കിലായിരുന്ന കുളം പൂർണ്ണമായും വൃത്തിയാക്കി ചുറ്റുമതിലും കൈവരികളും സ്ഥാപിച്ച് ആകർഷകമാക്കി. നീന്തൽ പരിശീലനത്തിനുള്ള കൈവരികളും സ്ഥാപിച്ചു. കൂടാതെ നീന്തൽ അറിയാത്തവരുടെ സുരക്ഷയ്ക്ക് മറ്റു ചില ക്രമീകരണങ്ങളും നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കുളത്തിനു ചുറ്റും ഇന്റർലോക്ക് പതിപ്പിച്ച് ഭംഗി കൂട്ടിയിട്ടുമുണ്ട്. പഞ്ചായത്ത് വകയിരുത്തിയ 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇന്റർലോക്ക് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA അറിയിച്ചു. അനങ്ങനടിയിലെ പ്ലാക്കാട്ടുകുളം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അത് സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. ഈ കാലയളവിനുള്ളിൽ തന്നെ പ്ലാക്കാട്ടുകുളം കേരളീയ സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വിപുലമായ രൂപത്തിൽ ജനപങ്കാളിത്തത്തോടു കൂടി ഒരു മഹോത്സവം എന്ന നിലക്കാണ് ആഗസ്റ്റ് മാസം 11 തീയതി 2 മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി നിർവഹിക്കപ്പെടുന്നത്. അതിൽ ജനപ്രതിനിധികളായ ആളുകൾ ഞങ്ങളൊക്കെ ഉണ്ടാവും. ആ ഉദ്ഘാടന വേളയിൽ നിങ്ങളും പങ്കാളികളാകണം, നിങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനാകും. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അക്രമങ്ങൾക്ക് തടയിടാൻ ചാരിറ്റി കൂട്ടായ്മകൾ കാരണമാകുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയുടെ സ്വപ്നഭവന പദ്ധതി പ്രകാരം 5ാം ഘട്ടത്തിൽ നിർമ്മിച്ച 7 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്യരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ സ്വന്തം വീട്ടിലെ സങ്കടമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഇത്തരം കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകാൻ കഴിയൂ. എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ ഏറെ മാതൃകയാണെന്നും ഇത്തരത്തിലൊരു പദ്ധതി തന്റെ മണ്ഡലത്തിലും ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മയുടെ സ്വപ്നഭവന പദ്ധതി പ്രകാരം 5ാം ഘട്ടത്തിൽ നിർമ്മിച്ച 7 വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങാണ് വെള്ളിയാഴ്ച വൈകുന്നേരം VD സതീശൻ നിർവഹിച്ചത്. ഒരുപാട് സങ്കടങ്ങളാണ് പലതരത്തിൽ അല്ലേ. അപ്പം നമ്മൾ ഇത് നോക്കിയിട്ട് അവൻ്റെ വീട്ടിലെ കാര്യം എന്ന് വിചാരിക്കാം, അവരുടെ വീട്ടിലെ കാര്യം അത് വിചാരിക്കാത്ത ആളുകളുടെ കൂട്ടായ്മയാണ് ഈ ചാരിറ്റി കൂട്ടായ്മ. അത് എൻ്റെ കൂടെ വീട്ടിലെ കാര്യം പോലെ ആണ്. ഒരു വീട്ടിലെ സങ്കടം കണ്ടാൽ ഇത് എൻ്റെ വീട്ടിലെ സങ്കടമാണ് എന്ന് കാണാൻ കഴിയാവുന്നവരുടെ കൂട്ടായ്മയാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എം ശംസുദ്ദീൻ MLA അധ്യക്ഷനായി. കെ പ്രേംകുമാർ MLA മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം M മെഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P ഷാനവാസ്, മണികണ്ഠൻ വടശ്ശേരി, ചാരിറ്റി കൂട്ടായ്മ ചെയർമാൻ അബ്ദുള്ള പാറക്കോട്ട്, പ്രസിഡന്റ് ജംഷാദ് പള്ളിപ്പറ്റ, സെക്രട്ടറി റഫീഖ് കൊടക്കാടൻ, ട്രഷറർ അബൂബക്കർ കാപ്പുങ്ങൽ, വനിതാ വിംഗ് പ്രസിഡന്റ് ഫക്കീസ സഫർ, KP നാസർ, CP മജീദ്, C ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലായ പേങ്ങാട്ടിരിയിൽ റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. റോഡരികിലെ 2 മരങ്ങളാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ മുറിച്ചു മാറ്റുന്നത്. ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡിൽ നെല്ലായ കൃഷ്ണപ്പടിക്കും പേങ്ങാട്ടിരിക്കും ഇടയിലുള്ള 2 മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്. കാലപ്പഴക്കത്താൽ ദ്രവിച്ച മരങ്ങൾ സമീപത്തെ വീടുകൾക്കും റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കും വലിയ ഭീഷണിയായിരുന്നു. ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നത് കാലങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. ഈ ആശങ്ക ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഡ് മെമ്പർ മാടാല മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. യാത്രക്കാർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടായി റോഡരികിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ, അത് ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന അപകടാവസ്ഥ നിൽക്കുന്ന മരങ്ങളാണ് PWDയുടെ അനുമതിയോടുകൂടെ
ഒരു പ്രത്യേക ഓർഡർ പ്രകാരം പൊതുജന പങ്കാളിത്തത്തോടു കൂടി വെട്ടിമാറ്റുകയാണ്. ഇതിന് പകരം ഒരു തൈ വെട്ടിമാറ്റുന്നതിന് പകരം 10 തൈകളെങ്കിലും വെക്കണം എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, പരിസരവാസികളുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വലിയ മരങ്ങളാണ്. അത് ഒരുപാട് കാലം, വർഷങ്ങളായി വെട്ടിമാറ്റാൻ വേണ്ടി ജനങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു. അത് ഈ KSEBിയുടെ 11 kV ലൈന് പോകുന്ന ആയതുകൊണ്ട് ഏൽക്കുക എന്നുള്ളത് ഒരു പ്രയാസമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകിപ്പോയത്. വീണ്ടും ഇപ്പോൾ മഴയും പല സ്ഥലങ്ങളിലും അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഇന്നിപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വെട്ടിമാറ്റിയാണ്. CPI സംസ്ഥാന സമ്മേളന പതാക ജാഥ സംഘാടക സമിതി രൂപീകരണം ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു. ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 8 മുതൽ 12 വരെ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക കയ്യൂരിൽ നിന്നും ആരംഭിച്ച് സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് കുളപ്പള്ളിയിൽ എത്തിച്ചേരും. പതാക ജാഥ വിജയിപ്പിക്കുന്നതിനുള്ള സ്വാഗത സംഘ യോഗമാണ് ഒറ്റപ്പാലത്ത് നടന്നത്. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിൽ അംഗം OK സൈദലവി, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് K രാമചന്ദ്രൻ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ T ഹംസ, ET ഹൈദ്രോസ്, മരുതി മുരുകൻ, ജ്യോതിവാസൻ, KT രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ദിനം ആഘോഷിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൽ ലത്തീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വ്യാപാരി ദിനം ആഘോഷിച്ചത്. യൂണിറ്റ് മുൻ പ്രസിഡന്റ് ഷൺമുഖൻ പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൽ ലത്തീഫ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് സലീം, യൂണിറ്റ് ട്രഷറർ KT സുരേഷ് ബാബു, യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ, വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. മുൻകാല നേതാക്കളായ ഷൺമുഖൻ, VP കമറുദ്ദീൻ, പങ്കജാക്ഷ വാര്യർ, വിനോദ്, സിദ്ദിഖ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ വ്യാപാരികൾക്കായുള്ള പെൻഷൻ പദ്ധതിയുടെ പ്രഖ്യാപനവും ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മാന പദ്ധതിയുടെ ലോഗോ പ്രകാശനവും നടന്നു. യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും സംഘടിപ്പിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഏലംകുളം പഞ്ചായത്തിൽ വാർഡ് തല രജിസ്ട്രേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിലന്വേഷകർക്കായാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് തല രജിസ്ട്രേഷൻ ക്യാമ്പ് ആരംഭിച്ചത്. ആദ്യ രജിസ്ട്രേഷൻ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സ്വപ്ന സുബ്രഹ്മണ്യൻ, കീ റിസോഴ്സ് പേഴ്സൺ M ഗോപാലൻ, പഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജി VH, കൺവീനർ K മധു തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുന്നക്കാവ് GLP സ്കൂളിലും ഉച്ചയ്ക്ക് 2:30 ചെറുകര AUP സ്കൂളിലും രജിസ്ട്രേഷൻ ക്യാമ്പുകൾ നടക്കും. തൊഴിലന്വേഷകരായ എല്ലാവരും രജിസ്ട്രേഷൻ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പൂക്കോട്ട് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന ഗജപൂജയിൽ കുറുവട്ടൂർ വിഘ്നേഷ് എന്ന ഗജവീരൻ പ്രത്യക്ഷ ഗണപതിയായി. ശ്രീകൃഷ്ണപുരം വിജയ്, ചെറുശ്ശേരി മണികണ്ഠൻ എന്നീ ഗജവീരന്മാരും ആനയൂട്ടിൽ പങ്കെടുത്തു. തുടർന്ന് ഉച്ചപൂജ, പൂമൂടൽ, കൊട്ടിപ്പാടി സേവ, മേളം എന്നിവ ഉണ്ടായി. പ്രസാദ ഊട്ടും നടന്നു. വൈകിട്ട് ലക്ഷാർച്ചന, ദീപാരാധന, തുടർന്ന് മേളം, വിശേഷാൽ ഭഗവത് സേവ, കലശാഭിഷേകം, അത്താഴപൂജ എന്നിവയും ഉണ്ടായി. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. ഇനി വാണിജ്യ വാർത്തകൾ. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. മുളയങ്കാവ് MRS ഫർണിച്ചർ ആൻഡ് ഹോം നീഡ്സിൽ ഓണം നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി വമ്പിച്ച സ്റ്റോക്ക് ക്ലിയറൻസ് ഓഫറുകൾ തുടങ്ങി.
5% മുതൽ 50% വരെ ഡിസ്കൗണ്ടാണ് സ്റ്റോക്ക് ക്ലിയറൻസ് മെഗാ സെയിൽസിന്റെ ഭാഗമായി MRS നൽകുന്നത്. അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ വില കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കട്ടിലൊക്കെ 8 റുപ്യ മുതലേ, തേക്കിൻ്റെ കട്ടില പറയുന്നത് സ്റ്റോക്ക് കഴിയുന്നത് വരെ 8 റുപ്യക്ക് വരെ 6.25 5 കട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡൊക്കെ ഭയങ്കര ഓഫറിലാണ് കൊടുക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏറ്റവും നല്ല കുറഞ്ഞ റേഞ്ചിൽ ലാഭകരമായ രീതിയിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്തായാലും ഞാൻ ഈ MRSൻ്റെ സേവനങ്ങളിൽ ഞാൻ തൃപ്തനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാറുമുണ്ട്. വമ്പിച്ച വിലക്കുറവിൽ ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ ഇതാ സുവർണാവസരം. ഓണം നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായി മുളയങ്കാവ് MRS ഫർണിച്ചർ ആൻഡ് ഹോം നീഡ്സ് ആണ് 5% മുതൽ 50% വരെ ഡിസ്കൗണ്ടുമായി സ്റ്റോക്ക് ക്ലിയറൻസ് മെഗാ സെയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം എന്നതാണ് കസ്റ്റമേഴ്സിനായി MRS നൽകുന്ന ഓഫർ. ഇപ്രാവശ്യം ഓണത്തിന് പതിവ് പോലെ തന്നെ വലിയ ഓഫറുകൾ, അതുപോലെ തന്നെ നമ്മളെ ക്ലിയറൻസ് അതായത് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കണ്ടപ്പോൾ ഈ സാധനമൊക്കെ അതായത് 7,500 വിലയുള്ള സാധനം വെറും 3,499 റുപ്യ കൊടുക്കണം. വെറും 3,499 കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, മനോഹരമായിരിക്കുന്ന ഒരു 3 സെറ്റാണ്, ഉടൻ 3 സെറ്റാണ്. ഇത് 8,500 വിലകളാണ്, വെറും 4,499 റുപ്യക്കാണ് കൊടുക്കുന്നത്. 4,499 റുപ്യക്ക്. അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ വില കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കട്ടിലൊക്കെ 8 റുപ്യ മുതലേ, തേക്കിൻ്റെ കട്ടില പറയുന്നത് സ്റ്റോക്ക് കഴിയുന്നത് വരെ 8 റുപ്യക്ക് വരെ 6.25 5 കട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡൊക്കെ ഭയങ്കര ഓഫറിലാണ് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് മറ്റെങ്ങും കിട്ടാത്ത രീതിയിൽ, ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല, മറ്റെങ്ങും കിട്ടാത്ത രീതിയിൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് പിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയും തിരക്കായിരുന്നു ഇവിടെ. കാരണം അത് ഞങ്ങളെ കണ്ട ഭംഗിയോണ്ടല്ല, പിന്നെ സാധനങ്ങളുടെ വിലക്കുറവാണ്. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വിലക്കുറവിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അത് ഇപ്രാവശ്യം അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി നമ്മൾ ചെയ്യുകയാണ്. ഈ ഓണം നബിദിനം പ്രമാണിച്ചിട്ട് നമ്മൾ എല്ലാം വളരെ വിലക്കുറവിൽ 5% മുതൽ 50% വരെ വിലക്കുറവിലാണ് ഓരോ സാധനം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ആരും പഠിച്ചത് കണ്ട നിങ്ങൾക്ക് വാങ്ങേണ്ട വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് MRSലേക്ക് കടന്നു വരിക. നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നുണ്ടാവും. സ്വന്തം പണിശാലയിൽ മേൽത്തരം തടികളിൽ തീർത്ത കട്ടിലുകൾ, അലമാരകൾ, കസേരകൾ, ഡൈനിങ് ടേബിളുകൾ, ടീപോയ്, സോഫ സെറ്റുകൾ, സ്റ്റഡി ടേബിളുകൾ എന്നിവയെല്ലാം ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായി വൻ വിലക്കുറവിൽ MRSൽ നിന്ന് ലഭിക്കും. കമ്പനി ബെഡുകളും ഈ ഓഫറുകളിൽ MRS നൽകുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ ഇവിടെ വന്നത്. ആള് പറഞ്ഞു എനിക്ക് ഒന്ന് ലാഭത്തിൽ കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ആദ്യം, കാരണം പട്ടാമ്പിയേക്കാളും വില കുറച്ചിട്ട് ഇവിടെ കിട്ടും എന്നുള്ളത് എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് റേറ്റ് അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഫർണിച്ചറും ബെഡ് ഈ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മാർക്കറ്റിൽ, നമ്മളെ ഈ പരിസരത്തുള്ള മാർക്കറ്റിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ലാഭകരമായ രീതിയിൽ റേറ്റിൽ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് എൻ്റെ ബന്ധുക്കൾക്ക് അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് അങ്ങനെ ഒരുവിധം ആളുകൾക്കൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് സജസ്റ്റ് ചെയ്യാറ്. പിന്നെ ഇവിടുത്തെ ഓണേഴ്സ് നമ്മുടെ നല്ല ഫ്രണ്ട്സുകളാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അങ്ങനെ ആരായ റിലേറ്റീവ്സ് എല്ലാവരെയും ഞാൻ ഇങ്ങോട്ടാണ് പറഞ്ഞേക്കാറുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏറ്റവും നല്ല കുറഞ്ഞ റേഞ്ചിൽ ലാഭകരമായ രീതിയിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്തായാലും ഞാൻ ഈ MRSൻ്റെ സേവനങ്ങളിൽ ഞാൻ തൃപ്തനാണ്. ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ റഷീദ് ബന്ധം ഒരുപാട് കാലമായി. അങ്ങനെയുള്ള കൊണ്ടാണ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി, പ്രൈസും കമ്മിയുണ്ട്, വിലയും ഫിക്സാണ്. സ്ഥാപനമായിട്ടും അദ്ദേഹമായിട്ടും വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്, സ്ഥാപനമായിട്ടും ബന്ധമുണ്ട്. കൂടാതെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് MRS ഒരുക്കിയിട്ടുള്ളത്. ഗ്രൈൻഡർ, മിക്സി, ഫാൻ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, വിളക്കുകൾ, ഒട്ടുപകരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, ടോയ്സ്, കാർപ്പറ്റുകൾ എന്നിവയെല്ലാം ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് MRS നൽകുന്നത്. അപ്പോൾ ഒരു 20 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ സ്ഥാപനവുമായി എനിക്ക് അടുപ്പമുണ്ട്.
ഇവിടെ വന്ന് നമ്മുടെ വീട്ടിലുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വളരെ കൃത്യമായി, അതായത് ഒരാൾ ഒരു ആവശ്യം പറഞ്ഞാൽ അത് ഇന്ന സമയത്ത് എത്തിക്കാം എന്ന് പറഞ്ഞാൽ കറക്റ്റായി ആ സമയത്ത് എത്തിക്കും. പിന്നെ വില നമ്മൾ പറയുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നതിൽ നിന്ന് MRF നിന്ന് വളരെ കുറച്ച് അവർക്കും കൂടി നഷ്ടം വരാത്ത രീതിയിലുള്ള, വാങ്ങുന്ന ആൾക്കും ഒത്തിരി ബാധ്യതയില്ലാതെ കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ട്. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വാസ്യതയുമാണ് MRSനെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. EMI സൗകര്യവും MRSൽ ഒരുക്കിയിട്ടുണ്ട്. വിലക്കുറവും ഗുണമേന്മയും ഒത്തിണങ്ങിയ ഉൽപ്പന്നങ്ങൾ മികച്ച കസ്റ്റമർ സർവീസോടുകൂടി നൽകുന്നു എന്നതാണ് MRSനെ എന്നും വേറിട്ട് നിർത്തുന്നത്. ഈ ഓണത്തിനും നബിദിനാഘോഷത്തിനും കസ്റ്റമേഴ്സിനെ ചേർത്തു നിർത്തിയാണ് MRS ഓഫറുകളുടെ ഉത്സവം ഒരുക്കിയിട്ടുള്ളത്. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഹംസ പാലൂർ അധ്യക്ഷത വഹിച്ചു. E രാജേഷ്, MM മുസ്തഫ, MV വർഗീസ്, മധുസൂദനൻ ആലിപ്പറമ്പ്, TK ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൻ്റെ സാമൂഹ്യ മനസ്സാക്ഷി എത്രമേൽ വികൃതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ, വർഗീയത എങ്ങനെ ഒരു സ്ത്രീ മനോഭാവത്തെ പോലും സ്വാധീനിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ചിത്രമായിരുന്നു ആ വീഡിയോ. വളരെ അഗ്രസീവായി, വളരെ ക്ഷുഭിതയായി തട്ടിക്കയറി മുഖത്ത് തോണ്ടി അടിച്ച് അതിക്രൂരമായ പെരുമാറ്റമാണ് അവിടെ ആ സ്റ്റേഷനിൽ നടക്കുന്നത്. നമ്മൾ വീഡിയോയിലൂടെ കണ്ടത്. അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ആൾക്കൂട്ട വിചാരണയാണ് അവിടെ നടന്നത്. ആൾക്കൂട്ടം കൂടി കുറ്റം ചാർത്തി അങ്ങ് വിചാരണ ചെയ്യാണ്. നിങ്ങൾ മതപരിവർത്തനം നടത്താൻ പോവുകയാണ്, നിങ്ങൾ മനുഷ്യക്കടത്ത് നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആൾക്കൂട്ട വിചാരണ നടന്നത്. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് വെട്ടത്തൂർ മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് ദിന സംഗമവും പതാക ഉയർത്തലും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി CK ഹാരിസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുജിത ദിനേശ് അധ്യക്ഷയായി. മേലാറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുഞ്ചിരി മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. ദിനേശ് മണ്ണാർമല, ഹംസ മാലിക്, സിദ്ദീഖ് മണ്ണാർമല, VP അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അമ്പലപ്പാറ വേങ്ങശ്ശേരി വയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി. പനാവൂർ മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ് മരിച്ചത്. അപകടം പുഴയിൽ നീന്തുന്നതിനിടെ ഓവുചാലിൽപ്പെട്ട്. വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധി സന്ദേശം മുറുകെ പിടിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്തെ ഭിന്നശേഷിത്വമില്ലാത്ത നാടായി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി R ബിന്ദു. ഭിന്നശേഷിക്കാരുടെ സ്വയം പര്യാപ്തതയ്ക്കായി സുശക്തി സംഘങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം ക്യാമറയിൽ. വനം വകുപ്പ് നാട്ടുകാരുടെ സഹായത്തോടെ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. നാട്ടുകാരുടെ ഭീതി അകറ്റണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി പൗരസമിതി.
ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടാൻ വൈകിയതിനെ ചൊല്ലിയുള്ള തർക്കം, യുവാവിനെ കാറുകൊണ്ട് ഇടിച്ചു വീഴ്ത്തി വധിക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കൊളത്തൂരിലാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത്.